കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധം ശക്തം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദ എന്നിവരുമായി കൂടിക്കാഴ്ചയ്ക്ക് പശ്ചിമബംഗാൾ ഗവർണർ സി.വി. ആനന്ദബോസ് സമയം തേടി. സംഭവത്തിൽ സ്വമേധയാ എടുത്ത കേസ് സുപ്രീംകോടതി നാളെ പരിഗണിക്കുന്നുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് കൊൽക്കത്തയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ബൽറാം, നമ്മുടെ പ്രേക്ഷകരാണെങ്കിലും എപ്പോഴും ചോദിക്കുന്നുണ്ട്, ഈ വിഷയത്തിൽ ഏറ്റവും പുതുതായിട്ട് എന്താണ് അപ്ഡേഷൻ ഉള്ളത്, ഏത് രീതിയിലാണ് ഈ പ്രതിഷേധം പോകുന്നത്, അതിനൊരു രാഷ്ട്രീയ മാനം കൂടി കൈവന്നതുകൊണ്ട് തന്നെ കേസന്വേഷണം ഏത് രീതിയിൽ പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്കയുണ്ട്. അപ്പോഴാണ് ഇപ്പോൾ ബംഗാൾ ഗവർണർ ഇപ്പോൾ കേന്ദ്രത്തോട് ഈ കാര്യം പറയാൻ വേണ്ടി, കാരണം നമുക്കറിയാം അത് മുഖ്യമന്ത്രിയുമായുള്ള ഒരു വലിയ പ്രശ്നത്തിൻ്റെ ഭാഗം കൂടിയാണത്. ഗുഡ് മോർണിംഗ് സ്മിത ക്രിസ്റ്റീന. ഈ കൊൽക്കത്തയിലെ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ശക്തമായി തന്നെ പുരോഗമിക്കുകയാണ്. രാജ്യമെങ്ങും പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ അതിന്റെ കേന്ദ്രമായി കൊൽക്കത്ത മാറുന്നു. അതിതീവ്രമായ പ്രതിഷേധങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കൊൽക്കത്ത സാക്ഷ്യം വഹിച്ചത്. അതേസമയം ഈ വിഷയത്തിൽ ഇടപെടൽ ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഗവർണർ സി.വി. ആനന്ദബോസ് അദ്ദേഹം നേരത്തെ ഇവിടെ ആർജിക്കറിലെ സമരപന്തലിലെത്തി ഈ പ്രതിഷേധക്കാരുമായി അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും ഒപ്പം തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദയെയും കാണാനായി അദ്ദേഹം സമയം തേടിയിരിക്കുന്നത്. പ്രധാനമായും നമുക്കറിയാം, ഈ പ്രതിഷേധങ്ങൾ കൊൽക്കത്ത നഗരത്തെ സ്തംഭിപ്പിച്ച സാഹചര്യമുണ്ടായിരിക്കുന്നു. രാജ്യവ്യാപകമായി തന്നെ പ്രതിഷേധങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. കൊൽക്കത്തയിൽ ഈ ആർജിക്കർ മെഡിക്കൽ കോളേജിന് സമീപത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു. മറ്റു പലയിടങ്ങളിലും പ്രതിഷേധങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. ഇത് ജനജീവിതത്തെ ബാധിച്ചിരിക്കുന്നു. ജനങ്ങൾ എന്നാൽ അത് കണക്കാക്കാതെ തന്നെ തെരുവുകളിലേക്ക് ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. പുതിയ മേഖലകളിൽ നിന്നുള്ള ആളുകൾ പ്രതിഷേധത്തിനെത്തുന്നു. അത് കുടുംബമായി തന്നെ പ്രായമായവരും കൊച്ചുകുട്ടികളും അടക്കമുള്ളവരാണ് തെരുവിലേക്ക് നീതി തേടി പ്രതിഷേധവുമായി എത്തുന്നത്. ഈ സാഹചര്യം, ഒപ്പം തന്നെ പോലീസ് ഇതിനെ കൈകാര്യം ചെയ്യുന്ന രീതി, ഈ കേസിന്റെ വിശദാംശങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ആഭ്യന്തരമന്ത്രിയെ ധരിപ്പിക്കുക എന്നാണ് രാജ്ഭവൻ ഇക്കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ സമരക്കാരുടെ ഒരു ആവശ്യങ്ങളിൽ പ്രധാനമായ ഒന്ന് ആരോഗ്യ പ്രവർത്തകർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നിയമം എന്നുള്ളതാണ്. ഇക്കാര്യങ്ങൾ സംബന്ധിച്ചും ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സംസാരിക്കുമെന്നാണ് അറിയുന്നത്. എന്തായാലും ഈ കൂടിക്കാഴ്ച ഏറെ നിർണായകമായിരിക്കും. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഗവർണറുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരുന്നു നമ്മളോട്, ഇത്തരത്തിൽ ഭരണഘടനയ്ക്ക് അനുസൃതമായി ഭരിക്കുന്നില്ല എങ്കിൽ ഭരണഘടന തന്നെ നൽകുന്ന അധികാരം ഗവർണർ എന്ന രീതിയിൽ തനിക്ക് ഉചിതമായ സമയത്ത് വിനിയോഗിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു പശ്ചാത്തലം കൂടി ഇതിനുണ്ട്. അതേസമയം CBIയുടെ അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. ഈ നിലവിൽ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള പ്രതി സഞ്ജയ് റോയിയെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കുന്നതിനായി നിയമപരമായുള്ള നീക്കങ്ങൾ, നടപടികൾ ഇന്ന് CBI നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം മാനസികാരോഗ്യ പരിശോധന ഉൾപ്പെടെ ഇയാളുടെ നടത്തിയിരുന്നു CBIയുടെ പ്രത്യേക സംഘം. ഈ നിലവിൽ സഞ്ജയ് റോയ്, ഒപ്പം തന്നെ ആർജിക്കർ മെഡിക്കൽ കോളേജിന്റെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് എന്നിവരുടെ ചോദ്യം ചെയ്യൽ തുടരും എന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കഴിഞ്ഞ 3 ദിവസം തുടർച്ചയായി 30 മണിക്കൂറിലേറെ സന്ദീപ് ഘോഷിനെ ചോദ്യം ചെയ്തിരുന്നു. ഇയാളുടെ ഫോൺ വിവരങ്ങൾ പരിശോധിച്ചിരുന്നു. ഈ സംഭവം നടന്ന, ഈ കൊല്ലപ്പെട്ട നിലയിൽ മൃതദേഹം കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ ഈ പ്രിൻസിപ്പൽ ഇവിടെ എത്തിയപ്പോൾ ആ സ്ഥലത്തുണ്ടായിരുന്ന മറ്റാളുകൾ അവരോട് പ്രിൻസിപ്പലിന്റെ ഏത് തരത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടായത് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ CBI തേടിയിട്ടുണ്ട്. എന്തായാലും ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ ഈ നുണപരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നടക്കുക. അതോടൊപ്പം തന്നെ ബംഗാൾ ഗവർണർ ഇന്ന് ഡൽഹിയിൽ സമയം തേടിയിട്ടുണ്ട് ആഭ്യന്തരമന്ത്രിയോടൊക്കെ സംസാരിക്കാൻ വേണ്ടി. ഈ വിഷയത്തിൽ ഇനി മുന്നോട്ടുള്ള നീക്കങ്ങൾ അതനുസരിച്ചാകും. അതെങ്ങനെയാണെന്ന് കാണാം. പക്ഷേ രാജ്യവ്യാപകമായി തന്നെ പ്രതിഷേധം ആളിക്കത്തുകയാണ്.